ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 1 വീക്ക് ഓഫ് തൊഴിൽ വാർത്താ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. നമുക്ക് തുടങ്ങാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള, അതായത് ISS-ന്റെ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. അദ്ദേഹം UP സ്വദേശിയാണ്. അപ്പോൾ ശുഭം ശുക്ല UP സ്വദേശിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ പകരക്കാരനായും തിരഞ്ഞെടുത്തു. അപ്പോൾ UP-കാരനായിട്ടുള്ള ശുഭാം ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. അതുപോലെ മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായരിനെ പകരക്കാരനായും തിരഞ്ഞെടുത്തു. ഈ വർഷം ഒക്ടോബറിന് മുമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ദൗത്യം 14 ദിവസം നീണ്ടു നിൽക്കും. അപ്പോൾ ഈ വർഷം ഒക്ടോബറിന് മുമ്പാണ് US-ന്റെ ആക്സിയം 4 ദൗത്യം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ 2 ആളുകളാണ്. ആരൊക്കെ? UP സ്വദേശിയായിട്ടുള്ള ശുഭാം ശുക്ലയും മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും. 2 പേർക്കും നാസയിലാണ് പരിശീലനം നൽകുന്നത്. 4 പേർ ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യത്തിൽ US-ന്റെ പെഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സ്ലോസ് ഉസ്നൻസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്പു, ഇന്ത്യയുടെ ശുഭാം ശുക്ല എന്നിവരാണ് ഭാഗമാകുന്നത്. അപ്പോൾ 4 പേരെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ ആക്സിയം 4 ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? US-ന്റെ പെഗി വിറ്റ്സണും, അദ്ദേഹം എന്തായിട്ടാണ് കമാൻഡറാണ്. അതുപോലെ പോളണ്ടിന്റെ സ്ലോവോസ് ഉസ്നൻസ്കി മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹംഗറിയുടെ ടിബോർ കാപ്പു എന്ന് പറയുന്നത് മിഷൻ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഇന്ത്യയുടെ ശുഭാം ശുക്ല പൈലറ്റ് എന്നിവരായിട്ടാണ് US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാം ശുക്ല. അദ്ദേഹം UP സ്വദേശിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരിനെ പകരക്കാരനായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വർഷം ഒക്ടോബറിന് മുൻപ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉൾപ്പെട്ടവരാണ് ആരൊക്കെ? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും അതുപോലെ ശുഭാം ശുക്ലയും. 4 പേര് ഉൾപ്പെടുന്ന ഒരു ദൗത്യമാണ് ആക്സിയം 4 എന്നുള്ളത്. അപ്പോൾ ഈ 4 പേര് ആരൊക്കെയാണ്? US-ന്റെ പെഗി വിൽസൺ, അദ്ദേഹം കമാൻഡറായിട്ടാണ്. പോളണ്ടിന്റെ സ്ലോവോസ് ഉസ്നൻസ്കി മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹംഗറിയുടെ ടിബോർ കാപ്പു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ത്യയുടെ ശുഭാം ശുക്ല പൈലറ്റ് ആയിട്ടാണ് ഈ മിഷന്റെ ആക്സിയം 4 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമാകുന്നത്. അടുത്തതാണ് വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്നാണ്. അപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്നാണ്? 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യയായിരുന്നു. അപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യയാണ്. ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെട്ടു, 100ഓളം പേരെ കാണാതായി. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് നോക്കി വയ്ക്കാൻ. 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യ. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലെത്താനായി ഇന്ത്യൻ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചു. അപ്പോൾ ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കയത്തിലെത്താനായിട്ട് ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച പാലമാണ് ഇത് ബെയിലി പാലം. എന്താണ് ബെയിലി പാലത്തിന്റെ പ്രത്യേകത? ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ് ഇത് ബെയിലി പാലം എന്ന് പറയുന്നത്. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. ദുരന്ത നിവാരണത്തിനും അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത് ബെയിലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്ത് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ എടുത്തു മാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണ് ബെയിലി പാലം. 26 മണിക്കൂർ കൊണ്ട് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG 190 അടി നീളത്തിൽ മുണ്ടക്കയത്തിലേക്കുള്ള പാലം നിർമ്മിച്ചത് 26 മണിക്കൂർ കൊണ്ടാണ് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG 190 അടി നീളത്തിൽ മുണ്ടക്കയത്തിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷി എന്തിനുണ്ട്? ഈ ബെയിലി പാലത്തിനുണ്ട്. ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. അപ്പോൾ അതിൻ്റെ ഉരുക്കൊണ്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയിലിയാണ് 1942 ഇത്തരത്തിലുള്ള പാലം ആദ്യമായി നിർമ്മിച്ചത്. അതിനാൽ പാലത്തിന് ബെയിലി പാലം എന്ന് പേര് നൽകി. 1942 ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള സിവിൽ എഞ്ചിനീയറായ ഡൊണാൾഡ് ബെയിലിയാണ് ഇത്തരത്തിലുള്ള ഒരു ബെയിലി പാലം നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉരുക്കൊണ്ടൊരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ കൊണ്ടാണ് ബെയിലി എന്ന് ആ പാലത്തിന് പേര് നൽകാനുള്ള കാരണം. രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയിലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ബെയിലി പാലം നിർമ്മിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ട് പാലം നിർമ്മിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8 ബെയിലി പാലം നിർമ്മിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് കേരളത്തിൽ എപ്പോഴാണ്? പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8 ബെയിലി പാലം ആദ്യമായിട്ടപ്പോൾ നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്നാണ്? 2024 ജൂലൈ 30 പുലർച്ചെ 12:45
5-നും 4-നും മധ്യയാണ് ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെട്ടിരുന്നു. 100ഓളം പേരെ കാണാതായിരുന്നു. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കയത്തിലെത്താൻ ഇന്ത്യൻ സേന എന്താണ് നിർമ്മിച്ചത്? ബെയിലി പാലം നിർമ്മിച്ചു. ആ ബെയിലി പാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കപ്പെടുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും അഴിച്ചുമാറ്റാൻ കഴിയുന്നതാണ് ഇതിന്റെ പ്രത്യേകത. 26 മണിക്കൂർ കൊണ്ടാണ് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് 190 അടി നീളത്തിൽ മുണ്ടക്കയത്തിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 26 മണിക്കൂർ കൊണ്ടാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് 190 അടി നീളത്തിൽ മുണ്ടക്കയത്തിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷി എന്തിനുണ്ട്? ഈ പാലത്തിനുണ്ട്. ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഡൊണാൾഡ് ബെയിലിയാണ് 1942 ഇത്തരത്തിലുള്ള പാലം ആദ്യമായിട്ട് നിർമ്മിച്ചത്. അതിനാൽ പാലത്തിന് ബെയിലി പാലം എന്ന് പേര് നൽകി. രാജ്യത്ത് ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിൽ പമ്പാനദിക്ക് കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8-നാണ് ബെയിലി പാലം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അടുത്താണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിലെയും അശോക ഹാളിനെയും പേരുകൾ മാറ്റി. അതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിലെയും അതുപോലെ അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി. പുതിയ പേരുകൾ എന്തൊക്കെയാണ്? മാറ്റിയ പേരുകൾ ഇതൊക്കെയാണ്: ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപം. അപ്പോൾ ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അതുപോലെ അശോക ഹാളിൻ്റെ പേര് അശോക് മണ്ഡപം എന്നുമാക്കി മാറ്റി. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അതുപോലെ അശോക ഹാളിൻ്റെ പേര് അശോക് മണ്ഡപം എന്നുമാക്കി മാറ്റി. റിപ്പബ്ലിക് എന്ന അർത്ഥത്തിലുള്ള ഗണതന്ത്ര, അപ്പോൾ ഗണതന്ത്ര എന്നുള്ള എൻ്റെ മീനിങ് അല്ലെങ്കിൽ എന്താണ്? റിപ്പബ്ലിക് എന്ന അർത്ഥത്തിലുള്ള ഗണതന്ത്ര എന്ന് ചേർത്താണ് ഗണതന്ത്ര മണ്ഡപം എന്ന് പേരിട്ടത്. അതുപോലെ ആംഗലേയ വാക്കായ ഹാൾ മാറ്റിയാണ് അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത്. മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾക്ക് കഴിഞ്ഞ വർഷം അമൃത് ഉദ്യാൻ എന്ന് പുതിയ പേരിടുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പേര് മാറ്റിയിട്ട് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് മാറ്റിയിട്ട് അശോക് മണ്ഡപം എന്നും അതുപോലെ മാറ്റിയതാണ് മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾക്ക് അമൃത് ഉദ്യാൻ എന്നും പേര് മാറ്റി. അതുപോലെ തന്നെ ഈ ഗണതന്ത്ര മണ്ഡപം എന്നുള്ളത് റിപ്പബ്ലിക് എന്ന അർത്ഥമുള്ള ഗണതന്ത്ര എന്ന വാക്കുകൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അശോക് ഹാൾ എന്നുള്ളതിലെ ആംഗലേയ വാക്കായ ഹാൾ മാറ്റിയിട്ട് അശോക മണ്ഡപം എന്ന് മാറ്റുകയും ചെയ്തു. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരി. എഴുത്തുകാരി ആരാണ്? എഡ്ന ഒ ബ്രയർ ആണ് അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരി. 1963 പുറത്തിറങ്ങിയ ദ കൺട്രി ഗേൾസ് എന്ന ആദ്യ നോവലിനെതിരെ ഉയർന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കൃതി രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 2018 പെൻ സാഹിത്യ പുരസ്കാരം നേടി. അപ്പം എന്താണ്? അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരി ആരാണ്? എഡ്ന ഒ ബ്രയർ ആണ്. 1963 പുറത്തിറങ്ങിയ ദി കൺട്രി ഗേൾ എന്ന ആദ്യ നോവലിനെതിരെ ഉയർന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കൃതി രാജ്യത്ത് നിരോധിക്കുകയുണ്ടായി. അതുപോലെ 2018 എഡ്ന ഒ ബ്രയറിന് പെൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അടുത്താണ് തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനിസുലയിൽ എത്രാം തവണയാണ് സോഷ്യലിസ്റ്റ് നേതാവായ നിക്കോളസ് മഡുറോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? അപ്പോൾ തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനിസുല അവിടെ എത്രാമത്തെ തവണയാണ് സോഷ്യലിസ്റ്റ് നേതാവായിട്ട് നിക്കോളസ് മഡുറോ പ്രസിഡന്റ് ആകുന്നത്? തുടർച്ചയായി 3-ാം തവണയാണ് നിക്കോളസ് മഡുറോ വെനിസുലയിലെ നേതാവായിട്ട് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2013 അർബുദബാധയെ തുടർന്ന് ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതോടെയാണ് മഡുറോ പ്രസിഡന്റ് പദത്തിലെത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എപ്പോഴാണ് പ്രസിഡന്റായത്? 2013 അർബുദബാധയെ തുടർന്ന് ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതിനെ തുടർന്ന്. അപ്പോൾ എന്നിട്ട് പറയാം, തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനിസുലയിൽ എത്രാം തവണയാണ് സോഷ്യലിസ്റ്റ് നേതാവായ നിക്കോളസ് മഡുറോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? തുടർച്ചയായി 3-ാം തവണയാണ് നിക്കോളസ് മഡുറോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2013 അർബുദബാധയെ തുടർന്ന് ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതോടെയാണ് മഡുറോ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയത്. അടുത്താണ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് എത്ര കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്? അപ്പോൾ എന്താണ്? അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് എത്ര രൂപയാണ്? 8,494 കോടി രൂപയാണ്. 8,494 റുപ്പീസാണ് എന്ത് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കിയത്. ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ കണക്ക് അവതരിപ്പിച്ചത്. ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ എന്തിന്റെ ഈ പിഴ ഈടാക്കിയതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചത്. 2015 മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പിഴ ഈടാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI 2020 മിനിമം ബാലൻസ് നിബന്ധന ഉപേക്ഷിച്ചു. എന്താണ്? അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് 8,494 കോടി രൂപ പിഴയായി ഈടാക്കി. അതുപോലെ ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ ഈ പിഴയുടെ അല്ലെങ്കിൽ ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചത്. 2015 ആണ് മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പിഴ ഈടാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 മിനിമം ബാലൻസ് നിബന്ധന ഉപേക്ഷിച്ചു. പാലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണ്. അപ്പോൾ പാലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണ്? ഇറാനിലെ ടെഹ്റാനിൽ വെച്ചിട്ടാണ് പലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടെത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഇറാനിലെ ടെഹ്റാനിൽ വെച്ചിട്ടാണ്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് ആരാണ്? മസൂദ് പെഷ്സിക്കിയാനാണ്.
മസൂദ് പെഷ്സക്കിയാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്കകമാണ് ഹനിയെ വധിക്കപ്പെട്ടത്. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്തതിൽ മണിക്കൂറുകൾക്ക് അകമാണ് ഹനിയെ വധിക്കപ്പെട്ടത്. കൊലയ്ക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസും ഇറാൻ ആരോപിച്ചു. അപ്പോൾ ഈ കൊലയ്ക്ക് പിന്നിൽ ആരാണെന്നാണ് ഹമാസും ഇറാനും ആരോപിച്ചത്? ഇസ്രായേലാണെന്നാണ് ആരോപിച്ചത്. യഹ്യ സിൻവറാണ് ഹമാസിന്റെ പുതിയ രാഷ്ട്രീയകാര്യ മേധാവി. പുതിയ രാഷ്ട്രീയകാര്യ മേധാവി ആരാണ്? യഹ്യ സിൻവറ. അപ്പോൾ എന്താ പറയുക, ഇറാനിലെ പാലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാനിലെ ടെഹ്റാനിൽ വെച്ചിട്ടാണ്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്സക്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്കകമാണ് ഹനിയെ വധിക്കപ്പെട്ടത്. കൊലയ്ക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസും ഇറാനും ആരോപിച്ചു. യഹ്യ സിൻവറാണ് ഹമാസിന്റെ പുതിയ രാഷ്ട്രീയകാര്യ മേധാവി. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? മനോജ് മിത്താണ്. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് മനോജ് മിത്താണ്. മനോജ് മിത്തൽ. യൂണിയൻ പബ്ലിക് സർവീസ് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ആരാണ്? പ്രീതി സുധനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിക്കപ്പെട്ടത്. ജൂലൈ 20 ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. ജൂലൈ 20 ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സണായി പ്രീതി സുധൻ അധികാരമേറ്റത്. UPSC അധ്യക്ഷനാകുന്ന രണ്ടാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശ് കേഡർ മുൻ IAS ഉദ്യോഗസ്ഥയായ പ്രീതി. 1992-96 കാലത്ത് അധ്യക്ഷ പദവി വഹിച്ച റോസ് മില്ലിയൻ ബാത്യു ആണ് ആദ്യത്തെ UPSC ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് പ്രീതി സുധൻ ആണ്. ജൂലൈ 20 ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. UPSC അധ്യക്ഷനാകുന്ന രണ്ടാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശ് കേഡർ മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള പ്രീതി. 1992-96 കാലത്ത് അധ്യക്ഷ പദവി വഹിച്ച റോസ് മില്ലിയൻ. അപ്പോൾ ആദ്യത്തെ എന്താ പറയുക ചെയർപേഴ്സൺ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു 1992-96 കാലത്ത് അധ്യക്ഷ പദവി വഹിച്ച റോസ് മില്ലിയൻ ബാത്യു ആണ് ആദ്യത്തെ വനിത. അടുത്താണ് ജൂലൈ 31 അന്തരിച്ച അൻഷുമാൻ ഗേക്വാദ്. അപ്പോൾ ജൂലൈ 31 അന്തരിച്ച അൻഷുമാൻ ഗേക്വാദ് ഏത് നിലയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്? ജൂലൈ 31 അന്തരിച്ച അൻഷുമാൻ ഗേക്വാദ് ഏത് നിലയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്? അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ താരവും മുൻ പരിശീലകനുമാണ്. ജൂലൈ 31 അന്തരിച്ച അൻഷുമാൻ ഗേക്വാദ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ താരവും മുൻ പരിശീലകനുമായിരുന്നു. നീലക്കുയിൽ 1954 എന്ന സിനിമയിലെ കടലാസ് വഞ്ചിയേറി കടലും കടന്നേറി എന്ന് തുടങ്ങുന്ന ഒറ്റഗാനത്തിലൂടെ പ്രസിദ്ധി നേടിയ ഗായികയാണ് കോഴിക്കോട് പുഷ്പ. ഇവർ അടുത്തിടെ അന്തരിച്ചു. P. ഭാസ്കരൻ രചിച്ച് രാഘവൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിക്കുമ്പോൾ ഗായികയ്ക്ക് 14 വയസ്സായിരുന്നു പ്രായം. എന്താണ് നീലക്കുയിൽ 1954 എന്ന സിനിമയിൽ കടലാസ് വഞ്ചിയേറി കടലും കടന്നേറി എന്ന് തുടങ്ങുന്ന ഒറ്റഗാനത്തിലൂടെ തന്നെ പ്രശസ്തിയേറിയ ഗായികയാണ് കോഴിക്കോട് പുഷ്പ. ഇവർ അടുത്തിടെ അന്തരിച്ചു. P. ഭാസ്കരൻ രചിച്ച രാഘവൻ സംഗീതം നൽകിയ ഗാനം 14 വയസ്സിലാണ് ഗായിക ആലപിച്ചത്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. അപ്പോൾ കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. UP സ്വദേശിയായ സാധന പാലക്കാട് വാണിയംകുളം റിട്ടയർഡ് എയർ മാർഷൽ KP നായരുടെ ഭാര്യയാണ്. അപ്പോൾ UP സ്വദേശിയായ സാധന പാലക്കാട് വാണിയംകുളം റിട്ടയർഡ് എയർ മാർഷൽ KP നായരുടെ ഭാര്യയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളി. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളിയാണ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാൽ എന്താണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് KC വേണുഗോപാൽ. 1967 മുതൽ PSC അധ്യക്ഷ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകുന്നത്. മലയാളികളായ ജോൺ മത്തായി, CM സ്റ്റീഫൻ, KV തോമസ് എന്നിവർ PSC അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7 എന്നിങ്ങനെ 22 പേരാണ് അംഗങ്ങൾ. അപരാജിത സിംഗ് BJP ആണ് കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം. അധീർ രഞ്ജൻ ചൗധരിയായിരുന്നു നേരത്തെയുള്ള അധ്യക്ഷൻ. ഓഗസ്റ്റ് 14 മുതൽ 2025 ഏപ്രിൽ 30 വരെയാണ് കാലാവധി. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇന്ത്യൻ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹം. 1967 മുതൽ PSC അധ്യക്ഷ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകിയിരുന്നത്. മലയാളികളായ ജോൺ മത്തായി 1948-49 കാലഘട്ടത്തിലും, CM സ്റ്റീഫൻ 1977 KV തോമസ് 2014 എന്നിവർ PSC അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7 അങ്ങനെ 22 അംഗങ്ങളാണ് ഉള്ളത്. അപരാജിത സിംഗ് BJP ആണ് കമ്മിറ്റിയിലെ ഏറ്റവും വലിയ വനിതാ അംഗം. അപരാജിത സിംഗ് BJP ആണ് കമ്മിറ്റിയിലെ ഏക വനിതാംഗം. അധീർ രഞ്ജൻ ചൗധരി ആയിരുന്നു നേരത്തെ അധ്യക്ഷൻ. അതുപോലെ ഓഗസ്റ്റ് 14 മുതൽ 2025 മെയ് 30 വരെയാണ് കാലാവധി. ഓഗസ്റ്റ് 14 മുതൽ 2025 ഏപ്രിൽ 30 വരെയാണ് കാലാവധി. അടുത്താണ് അതിർത്തി രക്ഷാസേന BSF രക്ഷാസേനയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ടത് ആരാണ്? നിതിൻ അഗർവാളാണ്. അടുത്തിടെ രക്ഷാസേനയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് നിതിൻ അഗർവാളാണ്.
സ്പെഷ്യൽ ഡെപ്യൂട്ടി DG ആയിരുന്ന YB ഖുറാനിയെയും മാറ്റി. പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിൽ ഭീകരാക്രമണങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിലാണ് നടപടി. എന്താണ് അതിർത്തി രക്ഷാസേനയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ടത് നിതിൻ അഗർവാളിനെയാണ്. സ്പെഷ്യൽ ഡെപ്യൂട്ടി DG ആയിരുന്ന YB ഖുറാനിയെയും മാറ്റി. പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിൽ ഭീകരാക്രമണങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിലാണ് നടപടി. ജൂലൈ 31 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് കരട് വിജ്ഞാപനത്തിൽ കേരളത്തിൽ എത്ര ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ജൂലൈ 31 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിന് കേരളത്തിൽ എത്ര ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? 9993.7 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ എത്ര ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 9993.7 ചതുരശ്ര കിലോമീറ്ററാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. വയനാട്ടിലെ 13 ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് ജൂലൈ 31 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരിസ്ഥിതിയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിൽ കേരളത്തിൽ എത്ര ചതുരശ്ര കിലോമീറ്ററുള്ള പ്രദേശമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 9993.7 ചതുരശ്ര കിലോമീറ്റർ. സംസ്ഥാനത്തെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. വയനാട്ടിലെ 13 ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്താണ് ഹിന്ദിയിലെ തുളസീദാസ രാമായണം രാമചരിത മാനസം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ കവി കൂടിയായ ബഹുഭാഷാ പണ്ഡിതൻ അന്തരിച്ചു. ഹിന്ദിയിലെ തുളസീദാസ രാമായണം രാമചരിത മാനസം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ കവി കൂടിയായ ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള പ്രൊഫസർ CG രാജഗോപാൽ അന്തരിച്ചു. പ്രൊഫസർ CG രാജഗോപാൽ 26,152 വരികൾ 46 സംസ്കൃത ശ്ലോകങ്ങളുമുള്ള തുളസീദാസ രാമായണത്തിന്റെ തർജ്ജമ 5.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എന്നാണ് ഹിന്ദിയിലെ തുളസീദാസ രാമായണം രാമചരിത മാനസം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ കവികൂടിയായ ബഹുഭാഷാ പണ്ഡിതനാണ് പ്രൊഫസർ CG രാജഗോപാൽ. 26,152 വരികളും 42 സംസ്കൃത ശ്ലോകങ്ങളുമുള്ള തുളസീദാസ രാമായണത്തിലെ തർജ്ജമ 5.5 വർഷം കൊണ്ട് പൂർത്തിയായി.